നമസ്കാരം. സ്പോൾ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലപ്പുറം വളാഞ്ചേരി ആദവനാട് കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊന്നു. കുടശ്ശേരിപ്പാറ സ്വദേശി മുസ്തഫയാണ് മരിച്ചത്. കത്തി ഉപയോഗിച്ച് കഴുത്തിലും നെഞ്ചിലും ഉൾപ്പെടെ ആഴത്തിൽ കുത്ത് ഏറ്റതാണ് മരണകാരണം എന്നതാണ് പ്രാഥമിക വിവരം. മുസ്തഫയുടെ അടുത്ത ബന്ധുവാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് ക്രൂരമായ ആക്രമണം നടത്തിയത് എന്ന് മുസ്തഫയുടെ സഹോദരൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വണ്ടിയിട്ട് വന്ന് കയറ്റിയാണ് അവർക്ക് പരിപാടി കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പ്രശ്നം എന്തായിരുന്നു? നിലവിൽ കേസുണ്ട്. സ്വത്ത് തീർക്കാണോ? അല്ല. നിങ്ങൾക്ക് പരിക്കേറ്റോ? വണ്ടി കയറ്റി. വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, അടുത്ത ബന്ധുവാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ അവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. എന്തോ ഒരു കേസിന്റെ കാര്യമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അനുമോദ്? അഭിലാഷ്, ഇന്ന് രാവിലെ 10:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. കുടശ്ശേരിപ്പാറ ആനപ്പടിയിൽ മുസ്തഫയാണ് കൊല്ലപ്പെട്ടത്. മുസ്തഫയുടെ സഹോദരൻ അബ്ദുള്ളയും ഈ സംഭവത്തിൽ പരിക്കേറ്റത്. അബ്ദുള്ളയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിലൊരു ഞെട്ടിക്കുന്ന കാര്യം, ഇവരെ ആക്രമിച്ചത് ഇവരുടെ സഹോദരിയുടെ മക്കളാണ് എന്നുള്ളത്. അതായത് മരുമക്കളാണ് അമ്മാവിനെ കുത്തിക്കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. സഹോദരിയുടെ മക്കളായ സൈനുൽ ആബിദ്, സക്കീർ ഹുസൈൻ, സൽമാൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ തമ്മിലുണ്ടായ തർക്കം അത് മുൻപേ തുടങ്ങിയ ഒരു പ്രശ്നത്തെ തുടർന്നാണ്. 6 മാസം മുൻപ് ഇവരൊരു കാർ വാങ്ങിയിരുന്നു. ആ കാറിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും ഈ കാറ് ഇപ്പോൾ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള സൈനുൽ ആബിദും സക്കീർ ഹുസൈനും ഒക്കെ ചേർന്ന് കത്തിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ഇവരെ ജയിലിലടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവർ ജയിലിൽ ഇറങ്ങിയത്. അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ഈ കൊല്ലപ്പെട്ട മുസ്തഫയും അബ്ദുള്ളയും ഇവര് ബൈക്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർ ഈ കാറ് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായിട്ട് പരിക്കേറ്റിരുന്നു. ഹൃദയത്തിലേറ്റ കുത്താണ് മുസ്തഫയുടെ ജീവനെടുത്തതെന്നാണ് പോലീസിൽ നിന്ന് അറിയാനാകുന്നത്. അതിക്രൂരമായിട്ടാണ് ഇയാളെ കൊന്നത്. സ്വന്തം അമ്മാവനെ മരുമക്കൾ തന്നെ കൊന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നടുക്കുന്ന ഒരു കാര്യം. എന്നാണെങ്കിലും പോലീസ് ഈ സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മുൻപ് ഈ കാറ് വാങ്ങിയതിൻ്റെ കാറിൻ്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് അന്ന് കാറ് കത്തിക്കുന്നതിലും തുടർന്ന് മറ്റു നടപടികളിലേക്ക് നീങ്ങിയതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് അറിയാനാകുന്നത്. എന്നാണെങ്കിലും അതിക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഈ ഒരു തർക്കത്തെ തുടർന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ഒരു മുസ്തഫയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വളർന്നത് എന്നുള്ളതാണ്. അനുമോദ് പറയുന്നതനുസരിച്ച് ഒന്നിലധികം പ്രതികൾ ഉണ്ടല്ലേ? ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് വന്ന് തന്നെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വന്ന് ചെയ്ത ഒരു കുറ്റകൃത്യം. കാരണം ഇതിനൊരു കൃത്യമായ പശ്ചാത്തലമുണ്ടല്ലോ ഇപ്പോൾ അനുമോദ് പറയുന്നതനുസരിച്ചാണെങ്കിൽ. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. അതായത് ബൈക്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന മുസ്തഫയെയും അബ്ദുള്ളയെയും കാറിൽ ഇടിച്ചിട്ട് അവർക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ പരിക്കേൽപ്പിച്ച് മുസ്തഫയെ കുത്തിക്കൊല്ലുകയായിരുന്നു. ഹൃദയത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പ്രാഥമികമായിട്ട് പറയുമ്പോൾ കൊല്ലണമെന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഈ ഒരു അക്രമം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് മുൻപുണ്ടായിരുന്ന തർക്കം, വഴക്ക്, അത് ഒരു കാറ് കത്തിക്കുന്ന സംഭവത്തിലേക്ക് നയിക്കുകയും ഈ കാർ കത്തിച്ച വിഷയത്തിൽ മുസ്തഫയുടെ പരാതിയിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവർ ജയിലിലാവുകയും ചെയ്യുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്നത് തന്നെ ജയിലിലടച്ചതിൻ്റെ കാറിൻ്റെ ഉടമസ്ഥാവകാശത്തൊല്ലിയുള്ള തർക്കത്തിൽ കാർ കത്തിച്ച കേസിൽ ഇവരെ ജയിലിലടച്ചതിൻ്റെ വൈരാഗ്യമാകാം ഒരു പക്ഷേ ഈ ഒരു
അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും ആ ബൈക്ക് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികൾ എന്നുള്ളതാണ് ഈ ആസൂത്രിതമാണ് ഇത് എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്. ഇവരെ ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെ വന്ന് വാഹനം തടഞ്ഞിട്ട് ആക്രമിച്ച് ബൈക്ക് കത്തിച്ച് കുത്തിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. അതും പട്ടാപ്പകലാണ് ഇത് എന്നുള്ളതും വളരെ പേടിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബ വഴക്കിന് പുറമെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ അതിലുണ്ടോ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർക്ക് ഈ ഒരു സംഭവത്തിൽ മറ്റാരുടെ സഹായമുണ്ടോ എന്നുള്ള കാര്യങ്ങളും തീർച്ചയായും ഇവിടെ അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു കുടുംബ വഴക്ക് എന്ന നിലയിലേക്ക് ആണ് എങ്കിൽ അനുമോദ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ മറ്റേതെങ്കിലും പശ്ചാത്തലമുണ്ടോ എന്നതിൽ കുറച്ചുകൂടിയൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ബന്ധുക്കളാണ്, ആ വഴക്കാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്നു. ഇതിലിപ്പോൾ അനുമോദ് ഈ പ്രതികൾ പ്രായം കുറഞ്ഞവരാവാൻ സാധ്യതയുണ്ടല്ലേ? അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇവരുടെ മറ്റേതെങ്കിലും തരത്തിൽ ഇവർ പൊതുവിലൊരു പ്രശ്നക്കാരാണോ? നമുക്കറിയാമല്ലോ, ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ പോലും പലരും ലഹരിയുടെ ഉപയോഗം ഉണ്ടാകാം. അങ്ങനെയൊക്കെ സ്വന്തം കുടുംബത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യം യുവാക്കൾക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലം അറിയാൻ സാധിച്ചിട്ടുണ്ടോ അനുമോദ്? അഭിലാഷ്, നമുക്ക് ഇവരുടെ പ്രായം എത്രയാണെന്ന് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നേ ഉള്ളൂ. പോലീസ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ പ്രായപൂർത്തിയായവരാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻപ് ജയിൽവാസം അനുഷ്ഠിച്ചതാണ്, ജയിലിൽ കിടന്നവരാണെന്ന് നമുക്ക് വ്യക്തമായി പറയാവുന്നത്. ചെറുപ്പമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ കുറെ കൂടി വ്യക്തമായി ലഭിക്കും. പ്രത്യേകിച്ച് ഇവർക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ സാഹചര്യത്തിൽ മറ്റേതെങ്കിലും കേസുകളിൽ നേരത്തെ അഭിലാഷ് സൂചിച്ചാൽ മറ്റേതെങ്കിലും കേസുകളിൽ പെട്ടിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ലഹരി വസ്തുക്കൾക്ക് ഒരു അടിമകളാണ് എന്നുള്ള നിരവധി സംശയങ്ങളുണ്ട്. കാരണം പട്ടാപ്പകല് സ്വന്തം അമ്മാവിനെ വാഹനം ഇടിപ്പിച്ച് ബൈക്ക് കത്തിച്ച് കുത്തിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ സ്വബോധത്തിൽ ആരെങ്കിലും ചെയ്യുമോ എന്ന് സാധാരണക്കാരൻ്റെ ചോദ്യമാണ് ഇവിടെ ആദ്യം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഘടകങ്ങളും എല്ലാ സാഹചര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമായ മറുപടി. ആണെങ്കിലും അതിക്രൂരമായ ഈ കൊലപാതകം നാടിനെ ഒന്നാകെ ഞെട്ടിച്ച സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വാക്കുതർക്കം, കുടുംബ വഴക്ക്, അതാണ് ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഒരു വാഹനത്തെ ചൊല്ലിയുള്ള തർക്കം. അതിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നത് നമുക്ക് ഇപ്പോഴറിയില്ല. പക്ഷേ ഇതാണ് കാരണമെങ്കിൽ തീർച്ചയായും ഈ സൂചിപ്പിക്കുന്ന പോലെ നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലേക്കാണ് കടന്നത്. സ്വന്തം അമ്മാവനെയാണ് ഇവർ കൊലപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ആലപ്പുഴ ആര്യാട് ലഹരി കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ആര്യാട് പഞ്ചായത്ത് 8-ാം വാർഡ് മുരിയംവെളിയിൽ അജിയുടെ മകൻ അഖിൽ ആണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ആയിരുന്നു ഈ സംഭവം. കായംകുളം സ്വദേശി ഷെൽജാദിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ഈ കൊലപാതകം നടന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഏത് നിലയിലാണിപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? അഭിലാഷ്, ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ആലപ്പുഴ ആര്യാട് ഗുരുപുരം കിഴക്ക് മരിയംവെളി ഈ വീട്ടിൽ അജി മഞ്ജു ദമ്പതികളുടെ മകൻ അഖിലിനെ കയറി കുത്തി കൊലപ്പെടുത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം, അതായത് പോലീസിന് അന്വേഷിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഈ കൊല്ലപ്പെട്ട ആളും ഒപ്പം തന്നെ കൊലപാതകം നടത്തിയെന്ന് കരുതുന്ന കായംകുളം സ്വദേശി ഷെജിലുമായി നേരത്തെ ബാറിൽ വെച്ച് സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 24 വയസ്സുകാരനാണ് കൊല്ലപ്പെട്ട അച്ചു എന്ന് വിളിക്കുന്ന അഖിലും ഒപ്പം തന്നെ ഈ കായംകുളം സ്വദേശി ഷെൽജാദും തമ്മിൽ മറ്റ് മയക്കുമരുന്ന് ലഹരി വിൽപ്പന സംബന്ധിച്ച ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 5:45 കൂടിയാണ് ഈ സംഭവം നടന്നത്. വീടിന്റെ മതിൽ ചാടിക്കടന്നാണ് ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ആളുകൾ അവിടേക്ക് എത്തിയത്. ഈ ഷെൽജാദിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഈ കൊലപാതകത്തിനായി എത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് എത്തുന്ന സമയത്ത് ഈ അഖിലിനോടൊപ്പം തന്നെ മറ്റൊരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. ഇവര് മതിൽ ചാടി കടന്നു വരുന്നത് കണ്ട് ഈ സുഹൃത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറി ഒളിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ദൃക്സാക്ഷി കൂടിയാണ് ഈ സുഹൃത്ത് എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം, അതായത് കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ അഖിലിന്റെ ഗുരുപുരത്തെ വീട്ടിലേക്ക് എത്തിയത്. ആ ഓട്ടോറിക്ഷയിൽ ഒരാൾ ഇരിക്കുകയും ബാക്കിയുള്ള 2 പേരാണ് ചേർന്ന് കൊലപാതകം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. തിരിച്ച് വന്നപ്പോൾ ഈ ഓട്ടോറിക്ഷ എടുക്കാനായി ഡ്രൈവർ വിസമ്മതിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച ശേഷമാണ്
വണ്ടി എടുക്കാനായി തയ്യാറായിട്ടുള്ളത്. ടൗണിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് ഇദ്ദേഹം പോലീസ് നൽകുന്ന വിവരം. റെയിൽവേ സ്റ്റേഷൻ വഴി ട്രെയിനിലാണ് ഇവർ കടന്നതെന്നൊക്കെ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ അഖിലിനെ സംബന്ധിച്ച് അഖിലും ചില കേസുകളിലൊക്കെ പ്രതിയാണ്, ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കത്തിക്കുത്ത്, ലഹരിക്കടത്ത് തുടങ്ങിയവയ്ക്ക് നേരത്തെ കേസുകൾ ഉണ്ടെന്നാണ് ജില്ലാ പോലീസ് വ്യക്തമാക്കുന്നത്. ഇരു കൂട്ടരും അതായത് ശരണ്യ, ഈ അഖില് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരിക്കടത്തിന്റെ ഒരു കണ്ണിയാണ് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അഭിലാഷ്, ആലപ്പുഴയിൽ ഏറ്റവും അധികം ലഹരി മാഫിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടക്കുന്ന ഒരിടമാണ് കായംകുളം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ക്രിമിനൽ സെറ്റുകൾ ഇത്തരത്തിൽ ലഹരി അടക്കമുള്ള ഇടപാടുകൾ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരികയും മറ്റു ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഷെൽജാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചത്. പക്ഷേ ഇവർ തമ്മിൽ, അതായത് അഖിലും ഷെൽജാദും തമ്മിൽ നേരത്തെ ലഹരി ഇടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് നോർത്ത് പോലീസ് വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളും അതിനുശേഷം കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ തർക്കവും, അത് ഇതിൽ ഏതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്നറിയില്ല. പക്ഷേ ബാറിൽ കഴിഞ്ഞ ദിവസം ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരീകരിക്കാൻ പോലീസിന് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി ഇടപാടുകൾക്ക് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഇടപാടുകൾ ഇവർ ഈ കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വ്യക്തമാക്കുന്നു. ഈ അഖിലം ഇതിന് നേരത്തെ തന്നെ കത്തിക്കുത്ത് കേസും ലഹരിക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ ആലപ്പുഴ ജില്ലാ പോലീസ് ഇയാൾക്കെതിരെ നേരത്തെ കേസ് എടുത്തിട്ടുള്ളതാണ്. എന്തായാലും ഈ രണ്ടുപേരുടെയും പശ്ചാത്തലം അത്ര ഈ ഒരു രീതിയിലുള്ളതാണ് എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഇവർ വന്ന്, അതായത് വീടിനോട് ചേർന്നുള്ള മറ്റൊരു ഷെഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ഈ അഖിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു സഹോദരനാണ് ഉള്ളത്. അപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള ഈ ഭാഗത്തെത്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. ഇവര് വീടിനകത്ത് കയറി കുത്തി കൊലപ്പെടുത്തിയ ശേഷം മടങ്ങി പോകുന്ന കണ്ട് സുഹൃത്ത് വന്ന് നോക്കി, സുഹൃത്താണ് പിന്നെ മറ്റുള്ളവരെല്ലാം ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചത്. അപ്പോഴത്തേക്കും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും ആ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഭിലാഷ്, തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ശരണി തന്നെ പറയുന്നത് അനുസരിച്ച് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഇടപാടുകൾ നടക്കുന്ന ഇടമായി കായംകുളം മാറുന്നുണ്ട് എങ്കിൽ നമുക്കറിയാമല്ലോ, ഈ ഓപ്പറേഷൻ തൂഫാൻ പോലെയൊക്കെയുള്ള ദൗത്യം അത് വലിയ തോതിൽ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ആഭ്യന്തരമന്ത്രിയുടെ ജില്ല കൂടിയാണല്ലോ, അവിടെ എക്സൈസ് മന്ത്രിയുടെ തട്ടകം കൂടിയാണ്. അപ്പോൾ ഇത്തരം കൊട്ടേഷൻ സ്വാഭാവികമായും വലിയ നാണക്കേട് കൂടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ലഹരി കൊട്ടേഷനുകൾ തമ്മിൽ, ലഹരി കൊട്ടേഷൻ എന്ന് തന്നെ പറയാമല്ലോ, കുടിപ്പകയെ തുടർന്ന് ലഹരി സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ പരിശോധനകളോ അല്ലെങ്കിൽ ഇത്തരം ആളുകളെയൊക്കെ കൂടുതൽ നിരീക്ഷണത്തിലാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ ശരണ്യ? അഭിലാഷ്, ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊരു കൃത്യമായി ഒരു ഉൾത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കണ്ണുകളൊക്കെ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യമാണ്. അതിനകത്ത് രാഷ്ട്രീയ പിൻബലമുണ്ട്, അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള സഹായങ്ങളും ഇടപാടുകളും ഒക്കെയുണ്ട്. ചെറിയ ചെറിയ കേസുകൾ, അതായത് ഈ കഞ്ചാവ് കടത്ത് അടക്കമുള്ള ചെറിയ ചെറിയ കേസുകൾ പിടിക്കുന്നതിനപ്പുറത്തേക്ക് വലിയ ഇടപാടുകൾ നടത്തുന്ന ആളുകളിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടിക്രമങ്ങളിലേക്കോ ുള്ളതായി നമുക്ക് പുറമെ നിന്ന് ബോധ്യമാകുന്നില്ല. ഇതിനകത്ത് പ്രധാനപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയുടെ മണ്ഡലമാണ് കായംകുളം. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി തൊട്ടടുത്തുള്ള മണ്ഡലത്തിലുള്ള ആളും ആലപ്പുഴ ജില്ലക്കാരനുമാണ്. അപ്പോ സ്വാഭാവികമായും കായംകുളത്ത് നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി കുറച്ചുപേർ ആലപ്പുഴയിലേക്ക് വരിക, ആലപ്പുഴ പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ ഗുരുപുരം എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാളുടെ വീട്ടിലെത്തിയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വീടിന്റെ മതിൽ ചാടി കടന്ന് അകത്ത് വന്ന് കയറി പരസ്യമായി കുത്തി കൊലപ്പെടുത്തിയിട്ടാണ് അവരെ തിരിച്ച് ഓട്ടോറിക്ഷയിൽ കയറിയാണ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കൂടുതലും ഇല്ലാത്ത രീതിയിലാണ് ഈ കൊലപാതകം നടത്തി പോയിട്ടുള്ളത്. ഇന്നലെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ സ്പോട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ കൊല്ലപ്പെട്ട ആൾക്കും കൊലപാതകം നടത്തിയ ആളുകൾക്കും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ചുണ്ടായ സംഘർഷമാണോ, അതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ലഹരി ഇടപാടുകൾ ഉണ്ടായിട്ടുള്ള മറ്റെന്തെങ്കിലും തെറ്റലാണോ ഇതിന് കാരണം എന്നുള്ളത് കൂടി അന്വേഷിച്ച് പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു ബാറിനുണ്ടായ സംഘർഷത്തിന് പുറത്ത് ഒരാളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ല. മറിച്ച് ഇവർ തമ്മിൽ ലഹരി ഇടപാടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുമപ്പുറം മറ്റെന്തോ ഇതിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി, എന്തായാലും ശരണ്യ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇവർ ലഹരി സംഘത്തിന്റെ ഭാഗമായിരുന്നു എന്നതിൽ തർക്കമില്ല. ഈ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം അത് ബാറിലുണ്ടായ സംഘർഷമാകാം, അല്ലെങ്കിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ കൊല്ലപ്പെട്ടയാൾ
ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരിക്കടത്തിൻ്റെ ആളാണ്. കൊലപാതകം നിർവഹിച്ചയാളാകട്ടെ കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്തുന്ന ആളാണ്. അപ്പോൾ ലഹരി സംഘങ്ങൾ ഈ തരത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള കുടിപ്പകയെ തുടർന്ന് ശരണി തന്നെ സൂചിപ്പിച്ചു, അതായത് ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് കൊലപാതകം നടത്തി അതേ ഓട്ടോറിക്ഷയിൽ പോകുന്ന പ്രതികൾ, അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് അങ്ങേയറ്റം ഭയാനകം. കൊല്ലം കുളത്തൂപ്പുഴയിൽ അമ്മയുടെ മൃതശരീരത്തിൽ 5 ദിവസത്തോളം പൂജ നടത്തി മകൻ. കുളത്തൂപ്പുഴ RPF 2F ഉന്നതിയിൽ ആണ് ഈ സംഭവം. 90 വയസ്സുള്ള ചിന്ന രമുവാണ് മരിച്ചത്. മകൻ കൃഷ്ണസ്വാമിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ട് എന്നാണ് സൂചന. കാസർഗോഡ് നിന്നും കൃഷ്ണസ്വാമിയുടെ മകൾ മുത്തശ്ശിയെ കാണാൻ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് പ്രദേശവാസികൾ വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു. കുളത്തൂപ്പുഴ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കൃഷ്ണസ്വാമിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മനോജ് അപ്പുക്കുട്ടനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനോജ്, മാനസിക അസ്വാസ്ഥ്യമുള്ള ആൾ ആണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണല്ലോ, ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അഭിലാഷ്, ഓരോ ദിവസം കഴിയുന്നതോറും മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുളത്തൂപ്പുഴ RPF 2F ഉന്നതിയിൽ ആണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഒരു സംഭവം പുറം ലോകം അറിയുന്നത്. 90 വയസ്സുള്ള വൃദ്ധ മാതാവിനെ അവരുടെ തന്നെ മകൻ മരിച്ച അന്ന് മുതൽ 5 ദിവസം വരെ കട്ടിലിൽ ഒരു പുതപ്പുമൊക്കെ ഇട്ട് മൂടി മൃതശരീരത്തിൽ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 90 വയസ്സുള്ള ചിന്നരമു എന്നു പേരുള്ള വൃദ്ധ മാതാവിനാണ് ഈ മകൻ പൂജ നടത്തിയത്. കൃഷ്ണസ്വാമി എന്നാണ് ഈ മകന്റെ പേര്. മകന് മാനസിക അസ്വാസ്ഥ്യം ഉള്ള ആളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൃഷ്ണസ്വാമി ഈ RPFിലെ റഹാബിലേറ്റൻ പ്ലാന്റേഷനിലെ ജീവനക്കാരനായിരുന്നു. വിരമിച്ച ശേഷം അവിടെ ഒരു കോട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത്. അതാണ് കൃഷ്ണസ്വാമിയുടെ ഭാര്യയും മക്കളുമൊക്കെ പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അമ്മയും മകനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കുറച്ചു ദിവസമായി അമ്മയ്ക്ക് സുഖമില്ല എന്നുള്ള വിവരം അടുത്തുള്ള കോട്ടേഴ്സിലെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ആ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ യാതൊരു കാരണവശാൽ മകൻ അനുവദിക്കില്ലായിരുന്നു. ഒപ്പം വൈകാരികമായി പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ കോട്ടേഴ്സിലുള്ള മറ്റുള്ള ആൾക്കാരും അവിടേക്ക് എത്തുന്നത് വിരളമായിരുന്നു. അങ്ങനെ 5 ദിവസമായിട്ടും മകനെയോ അമ്മയോ പുറത്ത് കാണാത്ത സാഹചര്യത്തിൽ ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിലും ഇദ്ദേഹത്തെ പേടിച്ച് ആരും അകത്തേക്ക് ചെല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് കാസർഗോഡ് നിന്നും കൃഷ്ണസ്വാമിയുടെ മകള് മുത്തശ്ശിയെ കാണാനായി അവിടെ എത്തുന്നതും ഈ സംഭവം പുറംലോകം അറിയുന്നതും. കോട്ടേഴ്സിലുള്ള അവർ വിവരം അറിയിച്ചതനുസരിച്ച് വാർഡ് മെമ്പർ സ്ഥലത്തെത്തുകയും കുളത്തൂപ്പുഴ പോലീസിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. കുളത്തൂപ്പുഴ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം രാവിലെ തന്നെ അയച്ചു. വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി തിരികെ കിട്ടും. മറ്റ് സംസ്കരിക്കാൻ ഇടമില്ലാത്തതിന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒപ്പം ഇതിലിപ്പോൾ ഈ മരണപ്പെട്ട 90 വയസ്സുണ്ട് ചിന്നരമുവിന് എന്നതാണ്. അപ്പോൾ മരണത്തിൽ അസ്വാഭാവികതയുണ്ടോ? പ്രായാധിക്യത്തെ തുടർന്നുള്ള മരണം എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണല്ലോ ഈ പൂജ നടത്തിയ മകൻ. അതുകൊണ്ട് തന്നെ അത്തരം ചില സംശയങ്ങൾ എന്തെങ്കിലും ഉയരുന്നുണ്ടോ? മകൻ കൊലപ്പെടുത്തിയതാണ്, അതല്ല ഇനി സ്വാഭാവികമായി മരണപ്പെട്ട ശേഷമുള്ള പൂജ, അങ്ങനെ എന്താണ് നടന്നത്? അതിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പ്രാഥമിക പരിശോധനയിൽ പ്രായാധിക്യം മൂലമുള്ള മരണം എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്നാൽ കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും മകനെ കൃഷ്ണസ്വാമിയെ അന്വേഷണത്തിന്റെ ഭാഗമായി കുളത്തൂപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം 5 ദിവസമായി എന്നാണല്ലോ മനോജ് പറയുന്നത്. സ്വാഭാവികമായും 5 ദിവസം എന്നത് ഒരു മൃതദേഹമൊക്കെ അഴുകിത്തുടങ്ങാൻ ഉള്ള സാധ്യതയുള്ള പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ പ്രദേശവാസികൾക്കൊന്നും അതിന്റെ ഒരു സൂചനയും ലക്ഷണവും ലഭിച്ചില്ലേ? അല്ലെങ്കിൽ ഈ 5 ദിവസം ഈ കൃഷ്ണസ്വാമി പറഞ്ഞതിൽ നിന്നാണ് 5 ദിവസം എന്നുള്ള ഒരു കണക്ക് വന്നത്. പക്ഷെ ആ മൃതശരീരത്തിന്റെ ആ രൂപവും ഭാവവും കണ്ടാൽ അത്തരത്തിൽ തോന്നുകയില്ല. എന്നാലും പ്രാഥമികമായി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പോലീസ് 5 ദിവസം എന്ന് തന്നെ അങ്ങ് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് എടുത്തത്. എന്നാലും ഒരു കാര്യം പോലീസ് വ്യക്തമാക്കി പറഞ്ഞിരുന്നു, കൂടുതൽ പരിശോധനകൾക്ക് ശേഷം നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, മരണം എന്നാണ് നടന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്നാലും മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
കൃഷ്ണസ്വാമിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ? അതെ, കൃഷ്ണസ്വാമിക്ക് വിരമിച്ചതിന് ശേഷം ഇവിടുത്തെ ട്രാഫിക് കോളനിയായിരുന്നു. അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം കൃഷ്ണസ്വാമി സാധാരണ പുറത്തിറങ്ങി മറ്റാരുമായി സഹകരിക്കുന്ന നിലപാടിലുള്ള ആളായിരുന്നില്ല. കാരണം മാനസിക അസ്വാസ്ഥ്യമുള്ള ആളും ചികിത്സയിലും മരുന്ന് കഴിക്കുന്ന ആളായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, 5 ദിവസം ആയി മൃതദേഹത്തിൽ പൂജ നടത്തുന്നു എന്നുള്ളതാണ് വിവരം. പക്ഷേ 5 ദിവസത്തെ പഴക്കമുണ്ടോ മൃതദേഹത്തിന് എന്നതിൽ വ്യക്തതയില്ല. മകൻ കൃഷ്ണസ്വാമിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ട് എന്ന് കൂടിയാണ് ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പോലീസിന് ഇതിൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ. മാസപ്പടി കേസിൽ പിണറായി വിജയനും മകൾ ടി വീണയ്ക്കും അഴിയാക്കുരുക്കായി CMRL MD ശശിധരൻ കർത്തിയുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയത് എന്നും വീണ CMRLന് സേവനം നൽകിയിട്ടില്ല എന്നുമാണ് കർത്തിയുടെ മൊഴി. 2024 ഏപ്രിലിലെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതോടെ കേസിൽ EDയുടെ അടുത്ത നീക്കങ്ങൾ നിർണായകമാകും. വീണയുടെ വാടക വീട്ടിൽ നിന്ന് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ രേഖകൾ കണ്ടെടുത്തതായും ED റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീണയ്ക്ക് 2 അക്കൗണ്ടുകളിലായി ഉണ്ടായിരുന്ന 32 ലക്ഷം രൂപ മരവിപ്പിച്ചതായാണ് വിവരം. അതേസമയം ശശിധരൻ കർത്തിയുടെ മൊഴി തള്ളിക്കൊണ്ട് പിണറായി വിജയൻ രംഗത്ത് വന്നു. എല്ലാം മാധ്യമ സൃഷ്ടിയാണ്, അന്വേഷണം തന്നിലേക്ക് എത്തിക്കാൻ ED ശ്രമിക്കുകയാണ്. കർത്തിയുടെ മൊഴി പുറത്തുവിട്ടത് ആരെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അതൊക്കെ നിങ്ങളുടെ സൃഷ്ടിയല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാം? നിങ്ങൾ ഏതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്? എത്ര കാലമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു? എങ്ങനെയെങ്കിലും എന്നിലേക്ക് എത്തിക്കാനാകുമോ എന്നാണല്ലോ പലരും നോക്കുന്നത്. എന്നോട് അത്രമാത്രം താല്പര്യമാണല്ലോ എല്ലാവർക്കും. അഥവാ തന്നെ വരട്ടെ എന്നെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു. അതേസമയം ശശിധരൻ കർത്തിയുടെ മൊഴിയെക്കുറിച്ച് അറിയില്ല എന്നതാണ് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അറിയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. കേസുമായി സഹകരിച്ചാണ് പോകുന്നത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഒരു വാർത്തയുടെ ഭാഗമായി നമുക്ക് പറയാൻ പറ്റും. കേരളത്തിൽ പോലീസിന് ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, 2024 നൽകിയിട്ടുള്ള മൊഴിയാണ് എങ്കിൽ സ്വാഭാവികമായും ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നിരിക്കാം ED ഇതുവരെയുള്ള നീക്കങ്ങൾ നടത്തിയത് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. അഭിലാഷ്, അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇതിനെതിരെ, അതായത് EDയുടെ നീക്കത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധവും പ്രതിഷേധവും എല്ലാം ഒരേ സമയം വീണയും അതോടൊപ്പം തന്നെ CPMന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുമ്പോൾ പോലും ED എന്തുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്നത് അടിവരയിടുന്നതാണ് ഇപ്പോൾ 2024 നൽകിയിരിക്കുന്ന ഈ മൊഴി പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത്. 2024 ഏപ്രിലാണ് വീട്ടിൽ വെച്ച ശശിധരൻ കർത്തിയെ നിന്ന് മൊഴിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ പുറത്തുവിട്ട മൊഴി പ്രകാരം, അതിൻ്റെ പകർപ്പ് പ്രകാരം അതിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഇതിൽ യാതൊരുവിധ സേവനമോ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടല്ല. പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് ഇതിനെല്ലാം തന്നെ കാരണമാകുന്നത്. ഇതിന് നിദാനമാകുന്നത് ആ ഒരു ബന്ധം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്പനി എന്ന രീതിയിൽ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് വ്യക്തിബന്ധത്തെ അടിസ്ഥാനമാക്കി തന്നെ മുന്നോട്ട് പോവുകയും പിന്നീട് ഇവർക്ക് പണം കൈമാറുകയും എല്ലാം കമ്പനിയുടെ പേരിൽ തന്നെ ഈ പണം കൈമാറുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ വ്യക്തിബന്ധം തന്നെയാണ് എന്നതാണ് ഈ ശശിധരൻ കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ED കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ വീണയെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, വീണ പറഞ്ഞിരുന്നത് താൻ ഇതിൽ നേരിട്ട് ചില ഗവേണൻസ്, ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകുകയായിരുന്നു താൻ ചെയ്തിരുന്നത്, കമ്പനിക്ക് ഗൈഡൻസ് നൽകുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിന് ആനുപാതികമായ ഒരു രേഖകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഹാജരാക്കാനായിട്ട് വീണയ്ക്ക് കഴിഞ്ഞിരുന്നുമില്ല. ഏതാണ്ടും വീണ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് EDയിൽ നിന്നും എല്ലാം തന്നെ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേസിൽ ED മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വീണയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ ഈ നടപടികൾ. 32 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. എക്സാലോജിക്കിൻ്റെ അടക്കം അതോടൊപ്പം തന്നെ നേരത്തെ നടത്തിയ പരിശോധനയിൽ വ്യക്തമായി
സ്ഥാപനമായ ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ അതിൻ്റെ 15.5 ലക്ഷം രൂപയും എക്സാലോജിക്കിൻ്റെയും വീണയുടേതുമായിട്ട് 16.5 ലക്ഷം രൂപയും ഉൾപ്പെടെ 32 ലക്ഷം രൂപയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന രീതിയിലേക്കാണ് നടപടികൾ പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CMRLൻ്റെ വിവിധങ്ങളായ അക്കൗണ്ടുകൾ അടക്കം ഈ മരവിപ്പിക്കുന്ന നടപടികളിലും ഈ കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായിട്ടുള്ള നടപടികളിലേക്കെല്ലാം തന്നെ ഇതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ ഒരു കണ്ടെത്തൽ ഈ മൊഴികളിലെല്ലാം തന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൽ ഈ 2017 വരെയൊരു നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്നൊരു കമ്പനിയായിരുന്നു എക്സാലോജിക് എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രവർത്തന ലാഭമോ അസറ്റോ ഒന്നും കാണിക്കാത്ത രീതിയിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു കരാറിലേക്ക് വരികയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ വീണയ്ക്ക് 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ തന്നെ വലിയ തുക ഈ രീതിയിലേക്ക് നൽകിയിട്ടുണ്ട്. 2.78 കോടി രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും ഞാനൊന്ന് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു എന്നത് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് CJPയുടെ പ്രതിഷേധങ്ങളുടെ തുടർന്ന് നിക്കൽക്കള്ളിയില്ലാതെ കേന്ദ്ര സർക്കാരിന് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടി വന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയിൽ ആണ് ഇത് സംബന്ധിച്ച സുപ്രധാനമായൊരു തീരുമാനം എടുക്കുന്നത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്ന് എന്ന് തന്നെ പറയാം. നരേന്ദ്രമോദിയുടെ 3ാം ടേമാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇത്തരത്തിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു എന്നത് ആദ്യ സംഭവമായി മാറുന്നു എന്നതാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം, ആ പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിച്ച പശ്ചാത്തലം, അവിടെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ നൽകിയ സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടതായി വന്നത് എന്നതാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമുണ്ടായതിനു ശേഷം മന്ത്രിയെ സംരക്ഷിക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു. ഒരുപക്ഷെ മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ ധർമ്മേന്ദ്ര പ്രധാന സ്ഥാനം നഷ്ടമായേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പുനഃസംഘടന ഉണ്ടായില്ല. അതുമാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ, അതായത് പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഓൺലൈനിലൂടെ, അതായത് മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ അഭിസംബോധന ചെയ്യുകയും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പോലും ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയില്ല എന്ന് മാത്രവുമല്ല, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ കൂട്ട നടപടി ഉണ്ടാകുന്നു, ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി ഉണ്ടാകുന്നു. അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക എന്നത് തന്നെയായിരുന്നു വിവരം. ഇന്ന് ഉച്ചയ്ക്ക് ചർച്ച നടത്തുന്നതുവരെ സമയം അനുവദിക്കണമെന്ന് CJP പ്രതിനിധികളോട് ഇന്നലെ മന്ത്രിസംഘം ആവശ്യപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി എന്നതാണ് വിവരം. VV വിനോദാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. വിനോദ്, ഈ രാജി ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മന്ത്രി രാജിക്കത്ത് കൈമാറിയോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരമാണ് മന്ത്രി രാജിവെച്ചു എന്നത്. ഇന്ന് 3 മണിയോടുകൂടിയാണ് 3ാം ഘട്ട ചർച്ച തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ പോലീസ് സമരക്കാരും വീണ്ടും ജന്തർ മന്ദറിൽ ഏറ്റുമുട്ടുന്ന നിലയുണ്ടായി. പോലീസ് ലാത്തി പ്രയോഗിച്ചു, കണ്ണീർ വാതകം പ്രയോഗിച്ചു. വീണ്ടും സ്ഥിതി കൈവിട്ടു പോകുന്ന നിലയിലേക്ക് ഈ പ്രതിഷേധം മാറുന്നൊരു നിലയുണ്ടായിരുന്നു. രാവിലെ തന്നെ അഭിഷേക് ദീപ് വ്യക്തമാക്കിയത് ഈ രാജിയില്ലാതെ ഒരു ഒത്തുതീർപ്പിനുമില്ല, ഒരു സമവായ ചർച്ചയ്ക്കുമില്ല, സമരവുമായി മുന്നോട്ട് പോകും. മാത്രമല്ല, കൂടുതൽ സമരത്തിലേക്ക് രാജ്യവ്യാപകമായി ഈ സമരം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാനെ കൈവിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടി. പരമാവധി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ മാറ്റി. അതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ അവിടെ 47 പേരെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. പുതിയ നിയമം കൊണ്ടുവരുമെന്ന് നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അവർക്ക് ശിക്ഷ നൽകുന്നത്, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ നടത്തിയാൽ അവർക്ക് ശിക്ഷയായി നൽകുന്നത് 10 കോടി രൂപയും അതോടൊപ്പം തന്നെ 10 വർഷത്തെ ജയിൽ ശിക്ഷയും. ഇങ്ങനെ ഒരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. തിങ്കളാഴ്ച തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ വിചാരണയ്ക്ക് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുമെന്ന നരേന്ദ്രമോദിയുടെ ഉറപ്പ്. 2 തവണയായി പ്രധാനമന്ത്രി
വീഡിയോയിലൂടെ വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ സമരക്കാരെ അഭിസംബോധന ചെയ്യുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 2 വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ സമരക്കാരെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകും, സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന പ്രഖ്യാപനം, FIR-കൾ മുഴുവൻ പിൻവലിക്കുമെന്ന് രേഖാമൂലം എഴുതി നൽകി. അവിടെയൊക്കെ തന്നെ ഈ സമരം രാജിയില്ലാതെ അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു BJP കേന്ദ്ര നേതൃത്വം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ ഈ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പ് നൽകും എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ ഇതാ അഭിജിത് ദീപ് കെ സമരവേദിയിൽ സമരക്കാരെ അഭിസംബോധന ചെയ്യുകയാണ്. मैं चाहता हूं 2 मिनट का साइलेंस, 2 मिनट का साइलेंस इन बच्चों के लिए, 2 मिनट का साइलेंस इन बच्चों के लिए प्लीज. मेरी रिक्वेस्ट आप सभी से. नीचे 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 2 मिनट का साइलेंस. लेकिन भाई यार CJP-യുടെ വൻ വിജയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ. ഇതാ സമരനായകൻ ആ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ വലിയ ആവേശത്തിലാണ് പ്രതിഷേധക്കാർ എന്നതാണ്. ജന്തർ മന്ദറിൽ 100 കണക്കിന് 1000 പ്രതിഷേധക്കാരാണ് തടിച്ചുകൂടിയിട്ടുള്ളത്. അവരോട് സംസാരിക്കാനാണ് അഭിഷേക് ദീപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. और ये इस्तीफा गवाह इस बात का, अगर आप लोग डरेंगे नहीं, अगर आप लोग इस सरकार के सामने झुकेंगे नहीं, तो अच्छे के इस्तीफे ले सकते हैं हम. तो डरना नहीं है, डरना नहीं है. डेमोक्रेसी है. अगर डेमोक्रेसी में बोलने से डर लगने लगे तो कैसी डेमोक्रेसी है? डरना नहीं है. अगर अपनी आवाज उठाओगे तभी ये लोग लाइन में रहेंगे, और इन्हें लाइन में रखना जरूरी है. इन्हें लाइन में रखना जरूरी है, क्योंकि ये जो आज खुद को बादशाह समझ बैठे हैं ना, ये हमारी वजह से बैठे हुए हैं. और इस्तीफा हो गया है, लेकिन हमारी 2 और मांगे. ऐसे ही नहीं जाएंगे. नीचे उतरो. ऐसे ही नहीं जाएंगे. कॉकरोच है, एक बार घुसता है तो निकलता नहीं है कॉकरोच. धर्मेंद्र प्रधान का इस्तीफा तो हो गया है, लेकिन जिन बच्चों ने सुसाइड करी है उनके परिवार को 1 करोड़ का मुआवजा और मिलना चाहिए. नहीं मिलना चाहिए? मिलना चाहिए ना. 1 करोड़ का मुआवजा उन सारे परिवारों को. और दूसरा, ये जो पुलिस वाले गुंडों ने हरकत करी थी 20 तारीख को, उसके ऊपर पुलिस वालों के ऊपर एक्शन तो होना ही चाहिए. DCP संदीप लांबा, ACP अजय शर्मा, सचिन शर्मा, ये जो लाठियां चलाई है ना अपने अमित शाह और मोदी के नाम पर, अभी एक इस्तीफा हुआ है. याद रखना, कॉकरोच से पंगा नहीं लेना है. अगर एक मंत्री का इस्तीफा ले सकते हो तो तुम लोग क्या हो? तुम्हारी हमने लाठियां खा ली, सर फुड़वा लिया. इस देश के स्टूडेंट्स ने बहुत हिम्मत वाला काम करा. तो 20 जुलाई के बाद और 20 जुलाई से
जितने भी स्टूडेंट्स के ऊपर केसेस किए गए वो सारे के सारे वापस होने चाहिए। एंड टू द पीपल ऑफ इंडिया, टू भैया to the people of India, this is how a democracy should be. ये लोकतंत्र है, ये लोकतंत्र है। मुझे पिछले एक महीने से बहुत बड़े पॉलिटिशियंस, बहुत बड़े मीडिया वाले कहते थे क्या कर रहे हो, कब तक बैठोगे, नहीं देंगे इस्तीफा। आप जानते नहीं हो क्या इस सरकार को, बहुत ही निर्दयी सरकार है, किसी की नहीं सुनती है ये सरकार, अपनी मनमानी करती है, बहुत जिद्दी सरकार है। 36 दिन हर रोज मुझसे ये सवाल पूछा जाता था, इस्तीफा नहीं होगा तो क्या होगा, ये लोग इस्तीफा नहीं देंगे, मुझे हर किसी ने कहा। और जब मैं यूएसए से निकला था तब कई सारे लोग ये कहते थे तुझे क्या लगता है तू इंडिया जाएगा, इंडिया में क्रांति आएगी, आ गई क्रांति। और जो लोग पिछले 36 दिनों से हमें बोल रहे थे इस्तीफे नहीं होते इस सरकार में, ये सरकार इस्तीफे नहीं करवाती, उन सभी लोगों से मैं फिर से कहता हूं, झुकती है दुनिया। और इस देश के युवा ने दिखा दिया है, अगर वो एक साथ आ जाए तो किसी को भी झुका सकती है, किसी का भी इस्तीफा ले सकती है। तो मैं पूरे देश भर में जो ये लोग आज हमें देख रहे हैं, मैं सभी से रिक्वेस्ट करता हूं, आज शाम को 6 बजे अपने अपने राज्यों में, अपने अपने डिस्ट्रिक्ट में एक कैंडल मार्च निकालिए उन नीट के बच्चों के लिए जिनका हत्यारा धर्मेंद्र प्रधान है। रेलिंग टूट जाएगी, सारे लोग पीछे हटिए, रेलिंग टूट जाएगी। थोड़ा सा पीछे, थोड़ा पीछे, रेलिंग से सारे लोग पीछे हट जाइए, थोड़ा सा पीछे हो जाओ। और मैं मोदी जी से कहना चाहता हूं, सुबह हो गई मामू, सुबह हो गई है, डेमोक्रेसी की सुबह हो गई है। अब इस देश की जनता जाग चुकी है। और जैसे कि मैंने कहा था, ये पहला विकेट है, ये पहला विकेट है, यहां नहीं रुकेंगे, अब तो बस शुरुआत हुई है, अभी तो बस शुरुआत हुई है। मैं सभी उन स्टूडेंट्स को सैल्यूट करता हूं, सभी वॉलंटियर्स को सैल्यूट करता हूं जो पिछले 36 दिन से यहाँ पर 45 डिग्री की धूप में बैठे हुए थे, बारिश में बैठे हुए थे। पुलिस वालों ने पानी बंद कर दिया तब भी आप लोग बैठे रहे, खाना रोक दिया तब भी आप लोग बैठे रहे। आप लोगों की हिम्मत तोड़ने की बहुत कोशिश की, लेकिन आप लोगों की हिम्मत टूटी नहीं। आई सल्यूट यू ऑल, आई सल्यूट यू ऑल। और मैं अब एक बहुत इंपॉर्टेंट चीज कहना चाहता हूं, आज धर्मेंद्र प्रधान का इस्तीफा हुआ है, इसके लिए मुझे हीरो मत बनाना, ये गलती मत करना, ये गलती मत करना। मुझे धर्मेंद्र प्रधान के इस्तीफे की वजह से हीरो मत बनाना। एक इंसान को हीरो बनाने की वजह से ही देश का कबाड़ा हुआ है। एक इंसान को अपने संविधान से बड़ा बना दिया, सारे इंस्टीट्यूशन से बड़ा बना दिया, सारे चीजों से बड़ा बना दिया। जब आप एक इंसान को मुद्दे से बड़ा बनाते, इंस्टीट्यूशन से बड़ा बनाते, संविधान से बड़ा बनाते, तो वो इंसान देश का कबाड़ा ही करेगा। तो मुझे कोई भी हीरो नहीं बनाएगा। नारे लगेंगे भारत माता की जय के, भारत माता की, भारत माता की, इनकलाब, इनकलाब, वंदे वंदे, जय 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 भीम, जय 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 जय
मीडिया है क्या यहाँ पर? एक मिनिट जे आणि चुकीच्या माणसासोबत पंगा घेतला होता. मराठी मॉडेल पण वाकणार नाही. ഡൽഹിയിലെ ഐതിഹാസിക സമരം വിജയം കണ്ടിരിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CJP നടത്തിയ സമരത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വാങ്ങിക്കേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് എന്നതാണ്. മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ അടക്കം ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമായിരുന്നു. വകുപ്പ് മാറ്റം പോലെയുള്ള നിർണായകമായ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ CJPയുടെ മുന്നറിയിപ്പിന് മുന്നിൽ രാജി എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇന്ന് കൃത്യമായ തീരുമാനം അറിയിക്കുന്നില്ല എങ്കിൽ, ഇന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുന്നില്ല എങ്കിൽ നാളെ രാജ്യവ്യാപകമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും പാർലമെന്റിലേക്ക് മാർച്ച് ആരംഭിക്കുമെന്നും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജിയിലേക്ക് എത്തിക്കും എന്നുമുള്ള മുന്നറിയിപ്പായിരുന്നു അഭിഷേക് ദീപ്കെ നൽകിയത് എന്നുള്ളതാണ്. ഇതാ ഈ സമരം വിജയിച്ചു കഴിയുമ്പോൾ അഭിഷേക് ദീപ്കെ പറയുകയാണ്, ഇത് പുത്തൻ പുലരിയാണ്, ജനാധിപത്യത്തിന്റെ പുലരിയാണ്, ആദ്യ വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത് എന്ന് നരേന്ദ്രമോദിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് അഭിഷേക് ദീപ്കെ പറഞ്ഞു വെക്കുന്നത്. ഇത് ജനാധിപത്യത്തിന്റെ പുലരി എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഇന്ന് വൈകിട്ട് ഇന്ന് തന്നെ, അതായത് നാളെ നടത്താനിരുന്ന കാൻഡിൽ മാർച്ച്, നാളെ നടത്താനിരുന്ന മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, അത് ഇന്ന് വൈകിട്ട് നടത്താൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, ആത്മഹത്യ ചെയ്തു പോയ വിദ്യാർത്ഥികൾക്കുള്ള ആദരാഞ്ജലികളായി ഇന്നത്തെ വൈകിട്ടത്തെ ആ പ്രതിഷേധം മാറണം എന്നതുകൂടിയാണ്. ഇപ്പോൾ അഭിഷേക് ദീപ്കെ ടൈഫോയിഡ് ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. ആശുപത്രി ടൈഫോയിഡ് സ്ഥിരീകരിച്ച സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അസുഖബാധിതനായിരുന്ന അഭിഷേക് ദീപ്കെയാണ് ഇപ്പോൾ അണികളെ, പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഒരുപക്ഷെ ഇങ്ങനെയൊരു പ്രതിഷേധം അത് രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്ന പ്രതിഷേധമാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാതെ പോയ ഒരു പ്രതിഷേധം. നമ്മൾ ഇന്ന് രാവിലെ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തത്. യുവാക്കൾക്ക് പറയാനുള്ളത് കേൾക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല, ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാകില്ല എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തത് ആ പശ്ചാത്തലത്തിലായിരുന്നു. അതിപ്പോൾ സംഭവിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന് രാജിയല്ലാതെ മറ്റൊരു വഴിയില്ലാതെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. വിനോദ്, जाएंगे कि नीट में जो परिवार अपने बच्चों को खोए उनको 1 करोड़ का मुआवजा मिलेगा. हम सरकार से दस्तखत लेने जाएंगे कि 20 जुलाई को और കേന്ദ്ര മന്ത്രി രാജിവെച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യത്തെ രാജി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം, അതായത് യുവാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതിഷേധം. ഇതിനു മുമ്പ് ഒരുപക്ഷെ രാജ്യതലസ്ഥാനമായ ഡൽഹി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം ഏറ്റവും വലിയ പ്രതിഷേധം കണ്ടത് കർഷക പ്രതിഷേധമായിരുന്നു. ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം. ആ സമര സമയത്ത് പോലും അചഞ്ചലമായ നിലപാട് സ്വീകരിക്കുകയും പിന്നീട് ബില്ലുകൾ പിൻവലിക്കുകയും ചെയ്ത നരേന്ദ്രമോദിക്ക് ഇപ്പോഴിതാ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ തിരിച്ചടിയേൽക്കുന്നു എന്നതാണ്. അത് യുവാക്കളുടെ പ്രതിഷേധമാണ്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധമല്ല. മറിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി, നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പരാമർശം, അത് യുവാക്കളെ പാർട്ടികളോട് ഉപമിക്കുന്ന പരാമർശമായിരുന്നു. ഇന്ന് മന്ത്രി രാജിവെക്കുന്ന ഇതേ ദിവസം തന്നെ അത് തിരുത്തിപ്പറയാൻ ചീഫ് ജസ്റ്റിസിന് തിരുത്തിപ്പറയേണ്ടതായി വന്നു. താൻ യുവാക്കളെയല്ല ഉദ്ദേശിച്ചത്,
ജോലി ചെയ്യാത്ത ജീവനക്കാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അത്തരത്തിലൊരു പ്രതികരണം, ഇങ്ങനെയൊരു പ്രതിഷേധം കടുപ്പിച്ചപ്പോൾ മാത്രമാണ് ഉണ്ടായത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. യുവാക്കൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ യുവാക്കൾക്ക് പിന്തുണയുമായി കേരളത്തിൻ്റേത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അടക്കമുള്ള വലിയ പിന്തുണയുണ്ടാകുന്നു. പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. യുവജന സംഘടനകൾ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. അതോടൊപ്പം തന്നെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയുമായി എത്തിയത്. അങ്ങനെ പ്രതിഷേധം ആളിക്കത്തുന്ന സാഹചര്യത്തിൽ ആണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നതാണ്. ഇതാ അഭിഷേക് ദീപ്കെ വീണ്ടും സംസാരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് യുവാക്കളുടെ വിജയം എന്നതായിരുന്നു അഭിഷേക് ദീപ്കെ നേരത്തെ സംസാരിച്ചത്. ഇപ്പോഴിതാ ഭരണഘടനയുടെ പകർപ്പ്, ഇന്ത്യൻ ഭരണഘടനയുടെ പകർപ്പടക്കം ഉയർത്തിക്കാണിക്കുന്നു. അതോടൊപ്പം അംബേദ്കറുടെ ചിത്രം ഉയർത്തിക്കാണിച്ചു. ഈ പരീക്ഷയിൽ ये उन सभी बच्चों के लिए जिनकी जिंदगी धर्मेंद्र प्रधान ने लिए थी। प्रदीप मेघवाल, ऋतिक मिश्रा, सिद्धार्थ हेगड़े, भाग्यश्री, अंशिका पांडे, उमेश माली, रेणु मीना, रिया कुमारी थापा, शिवानी यादव, अनु गिरना, कहान पटेल, आकांक्षा चतुर्वेदी, रीमा बेगम, मैथिली अशोक सोनवणे, अवंतिका मौर्य, जतिन कुमार, गोपिका, शेख सना, वेत्रियानंदम, ये वो बच्चे हैं जिनको आज न्याय मिला है। मैं चाहता हूं मैं चाहता हूं 2 मिनट का साइलेंस, 2 मिनट का साइलेंस इन बच्चों के लिए, 2 मिनट का साइलेंस इन बच्चों के लिए प्लीज। യെസ്, അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം ആ മനോദുഃഖത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ ചിത്രങ്ങളും പേരുകളും അടക്കം സമരവേദിയിൽ പ്രദർശിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി 2 മിനിറ്റ് മൗനമാചരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ സമരത്തിൽ പങ്കാളികളായിട്ടുള്ളവർ വലിയ ആഹ്ലാദത്തിലാണ്. അവരുടെ സമരത്തിന്റെ വിജയമായി ഇത് മാറുന്നു എന്നതാണ്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം. CJP, അതായത് പാറ്റകൾ എന്ന ചീഫ് ജസ്റ്റിസിന്റെ, പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അത് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു അഭിഷേക് ദീപ്കെ എന്ന യുവാവ് ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത്. CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന തരത്തിൽ ഒരു പാർട്ടിക്ക് രൂപം നൽകിയത്. ആ പാർട്ടി ഏറ്റെടുത്ത ആദ്യത്തെ പ്രതിഷേധം എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള പ്രതിഷേധത്തിന് വലിയ ജനകീയ അടിത്തറയുണ്ടായി എന്നതാണ്. ഒരു പക്ഷേ BJPയോട് ചേർന്ന് നിൽക്കുന്നവർ പോലും ഈ സമരത്തിലെ യുവാക്കളുടെ ആവശ്യം പരിഹരിക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉയർന്നു വന്നു എന്നുള്ളതാണ്. സമരരീതികളോട് വിയോജിപ്പുകൾ ഉണ്ടാകാം. പലതരത്തിലുള്ള ആൾക്കൂട്ടത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ സമരത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പുഴുക്കുത്തുകൾക്ക് എതിരെയായിരുന്നു. ഏറ്റവും അതായത് രാജ്യത്തെ തന്നെ ഏറ്റവും സുരക്ഷിതമായി നടത്തുന്ന ഉന്നത പരീക്ഷകളിൽ ഒന്നായിരുന്നു നീറ്റ് എന്നതാണ്. രാജ്യത്തെ പരീക്ഷകൾ ഏകീകരിച്ചതിന് ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമായിരുന്നു ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന നിലയിലേക്ക് നീറ്റ് അവതരിപ്പിച്ചത്. ആ നീറ്റിലാണ് വലിയ ക്രമക്കേട് ഉണ്ടായത്. യെസ്, അതായത് വലിയ ലോബിയിങ് നടക്കുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വലിയ ലോബികളുണ്ട്. ഇതിനു മുമ്പും രാജ്യത്ത് പലപ്പോഴും ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നതൊക്കെ മുടന്തൻ ന്യായമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതായിരുന്നു സമരക്കാരുടെ നിലപാട്. ഇപ്പോൾ ചോദ്യപേപ്പർ ലോബിയായി മാറുന്നു. ഇത് ചോർത്തുന്ന ലോബിയുണ്ട്. അതുമാത്രവുമല്ല, ആരോപണ വിധേയമായിട്ടുള്ള കൈകളിലേക്ക് വീണ്ടും എങ്ങനെയാണ് ഈ പരീക്ഷ നടത്തിപ്പറ്റിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനു, ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിൽ വാങ്ചുക്കിന്റെ നിരാഹാരം അവസാനിച്ചു. പക്ഷെ അപ്പോൾ പോലും ആളിക്കത്തുന്ന പ്രതിഷേധമായി ജന്തർ മന്ദറിലെ CJPയുടെ പ്രതിഷേധം മാറുന്നു. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉള്ളവർ ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തുന്നു. RSS BJP കേന്ദ്രങ്ങളിൽ പോലും എതിരഭിപ്രായങ്ങൾ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാത്ത രാജി, അങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഈ രാജി വിശേഷിപ്പിക്കേണ്ടതായി വരുന്നത്?
അഭിലാഷ്, ഇത് ധർമ്മേന്ദ്ര പ്രധാന് പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള പിന്തുണ നഷ്ടപ്പെട്ടു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതോടുകൂടിയാണ് രാജിയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ RSS മേധാവി തന്നെ ഇത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്ന തരത്തിലുള്ളൊരു പ്രസംഗം അദ്ദേഹത്തിൻ്റെത് ഉണ്ടായിരുന്നു. പഴയ തലമുറയിലെ കുട്ടികളെപ്പോലെ അനുസരണ അങ്ങനെയല്ല പുതിയ തലമുറ, അവർ ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾ സംവാദത്തിലൂടെ മറുപടി പറയാൻ കഴിയണം എന്ന അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതൊരു സൂചന കൂടിയാണ്. ഈ പാർട്ടിക്കകത്ത് തന്നെ സംഘ പരിവാർ പ്രസ്ഥാനങ്ങൾക്കകത്ത് തന്നെ ഈ നിലപാടുകൾക്കെതിരെയുള്ള ഒരു നീക്കം ഉണ്ട് എന്ന് വ്യക്തമായിരുന്നു. ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് എന്ന തരത്തിലുള്ളൊരു പ്രതികരണമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയും ആദ്യം തന്നെ തനിക്ക് ഈ വിഷയത്തിൽ അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അത് ഒരു ചെറിയ വിഷയമല്ല, കുറ്റമറ്റ രീതിയിൽ പരീക്ഷാ സംവിധാനം നടത്താൻ ബാധ്യസ്ഥനാണ് താൻ എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വരികയും ഇത് കർശനമായി ഇതിന് നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. മാത്രവുമല്ല, ഒരു നിയമ ഭേദഗതിയിലൂടെ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും ഒക്കെ ഈ സാഹചര്യത്തിൽ, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രശ്നപരിഹാരം ഈ ഘട്ടത്തിൽ സാധ്യമാണോ എന്ന് BJP അവസാന നിമിഷം വരെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ യാതൊരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് വളരെ അടിവരയിട്ടുകൊണ്ട് തന്നെ CJP നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇതോടുകൂടിയാണ് ആ നിലപാടിലേക്ക് നീങ്ങാം എന്ന നിലപാടിലേക്ക് നീങ്ങാം എന്ന ഒരു തീരുമാനം BJP എടുക്കുകയും ചെയ്യുന്നു. ഏതായാലും ആ രാജി പ്രഖ്യാപനം വന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന് മുകളിൽ കനത്ത രാജിക്കായുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ ആ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ അതീവ ദുഃഖിതനാണ് താൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാജി പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. മാത്രവുമല്ല, ഇത് രാജി പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധമുണ്ടാകും എന്ന ഒരു പ്രഖ്യാപനം വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നടത്തുന്നു. മാത്രവുമല്ല, മറ്റു പലയിടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പറ്റ്നയിൽ നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ്. നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന് മാത്രവുമല്ല, പൊടുന്നനെ ആഹ്വാനം ചെയ്യുന്ന ഈ പ്രതിഷേധങ്ങളിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലടക്കം അത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധം ഇരമ്പി എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഇതാ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങളെത്തി എന്നതാണ്. അതായത് CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം, സമരം, അത് പരിപൂർണമായും വിജയിച്ചു. പൂർണ്ണമായ വിജയം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. 3 ആവശ്യങ്ങളായിരുന്നു പ്രധാനമായും ഈ സമരക്കാർ മുന്നോട്ട് വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു. രണ്ടാമത്തെ ആവശ്യം എന്നത് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെ തുടർന്ന്, ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് അടക്കമുള്ള നഷ്ടപരിഹാരം പോലെ ഒന്നായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടികൾ, കേസുകൾ റദ്ദാക്കണം. ഇതിൽ ആദ്യത്തെ ആവശ്യം, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതിരുന്നത്. മറ്റ 2 ആവശ്യങ്ങളും അനുഭാവപൂർണമായി പരിഗണിക്കും എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നതാണ്. കേന്ദ്രമന്ത്രിമാർ ഈ പ്രതിനിധികളുമായി, CJPയുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആ ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ CJP തങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി ഒരു പ്രമേയം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു എന്നതാണ്. ഇപ്പോഴിതാ 3 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അവിടെയാണ് CJP എന്ന ഈ കൂട്ടായ്മ, ഇത് രൂപപ്പെട്ടിട്ട് സാങ്കേതികമായി ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ്.
അങ്ങനെ ഒരു സമരം വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിന് കൃത്യമായൊരു നേതൃ സംവിധാനമില്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അഭിഷേക് ദീപ്കയും സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട്, അതും പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്തിരുന്നു കൊണ്ട് ഒരു കമന്റായിട്ടത്, അതായത് പാറ്റകൾ എന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആ പരാമർശത്തെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ഞങ്ങൾ പാറ്റകൾ തന്നെ എന്നത് ആയിരുന്നു ഒരു മുദ്രാവാക്യമായി ഉയർത്തിയത്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. ആ രൂപീകരണ വേളയിൽ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു പ്രതിഷേധം ഈ പാർട്ടിക്ക് കീഴിൽ ഉണ്ടാകുമെന്ന്. ആ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായി ഇത് മാറി എന്നുള്ളതാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹി ഇത്തരത്തിലുള്ള മൂവ്മെന്റുകൾക്ക് പലപ്പോഴായി സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും ഒടുവിൽ കർഷക സമരമായിരുന്നു ഇത്തരത്തിൽ വലിയ തോതിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് അണ്ണാ ഹസാരിയുടെ സമരം കണ്ടതാണ്. അങ്ങനെയായിരുന്നു AAP എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ രൂപീകരണം ഉണ്ടായത്. അതേ ആം ആദ്മി പാർട്ടി പിന്നീട് രാജ്യതലസ്ഥാനം ഭരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ ഒരു രാഷ്ട്രീയ കാഴ്ചയ്ക്ക് കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു കാഴ്ച കൂടി ഉണ്ടായി എന്നതാണ്. എങ്കിൽ ഇപ്പോഴിതാ യുവാക്കളുടെ മുന്നേറ്റം ആണ് നമ്മൾ കണ്ടത്. യുവാക്കളുടെ ആവശ്യത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടതായി വന്നു. ആ ആവശ്യത്തെ തള്ളിക്കളയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാതെ പോകുന്നു. ദിവസങ്ങൾ നീണ്ട പ്രതിഷേധം, വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന നിരാഹാര സമരം, ഒടുവിലിതാ പ്രധാനമന്ത്രി തന്നെ രാജി സ്വീകരിച്ചിരിക്കുന്നു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ രാജി ഉണ്ടാകുന്നില്ല എങ്കിൽ രാജിക്കപ്പുറത്ത് മറ്റൊരു കോംപ്രമൈസിനും ഇല്ല എന്ന് വളരെ കൃത്യമായി അസന്നിഗ്ധമായി തന്നെ ഈ പ്രതിഷേധക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. നിങ്ങൾ രാജിവെപ്പിക്കുന്നില്ല എങ്കിൽ പ്രധാനമന്ത്രിയുടെ രാജിയായി അടുത്ത ആവശ്യം മുന്നോട്ട് വെക്കും എന്നതായിരുന്നു പ്രതിഷേധക്കാർ പറഞ്ഞത്. നാളെ മുതൽ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് പാർലമെന്റ് മാർച്ചിനടക്കം ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വളരെ നിർണായകമാകുന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. യുവാക്കളുടെ പിന്തുണ ഏറി വരുന്ന ഒരു പശ്ചാത്തലം, അത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന സൂചനകൾ, ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.